ഈ സംഭവം ഉണ്ടാക്കാനുള്ള യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നമസ്കാരം. ഇന്നില്ലേ ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ടും ചെയ്യാം, വീട്ടിലും വെക്കാം. ഇത് എനിക്ക് ഇന്നലെ രാജേഷ് വന്നിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു ബിസിനസ്സാണത്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടാല. ഈ സംഭവം ഉണ്ടാക്കാനുള്ള യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ആ പറഞ്ഞ ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ് ഇത് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഉണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞു ഇത് കണ്ടിട്ട്. പക്ഷേ രാജേഷ് ചെയ്തതിൻ്റെ അടുത്ത് എത്തൂല. രാജേഷ് ചെയ്തത് ഒരു സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായത് ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഇതിന്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യണമെന്നും ഇത് എങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യണമെന്നും ഇത് എന്തിനൊക്കെയാണ് ഉപകരിക്കണമെന്നും എല്ലാം വിശദമായിട്ടാണ് നിങ്ങളോട് പറയാൻ പോണത്. ആദ്യം വേണ്ടത് നമുക്ക് ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒയാസിസ് എന്നാണ് ഇതിനെ പറയണത്. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രേ ആണ്. 10 രൂപ 12 രൂപ ഒക്കെ ഉള്ളു. വളരെ കുറഞ്ഞ വിലക്ക് ഇത് കിട്ടും. ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ പഴയ കാലത്ത്. അല്ലെങ്കിൽ ഓടിന് 10, 100, 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓടിൻ്റെ ഇതുപോലത്തെ ട്രേ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറേ ഫ്ലവറും വീട്ടിലുള്ള കുറേ ചെടികളൊക്കെ വേണം. ഈ റോസാപ്പൂ ഇല്ലേ, ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരെണ്ണത്തിന് 20 രൂപ വാങ്ങിച്ചു കേട്ടോ. അത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തമ്മനത്ത് ബൈപ്പാസിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, വെണ്ണലക്കോണ വഴിക്കുള്ള. പക്ഷെ അവിടെ അത് വലിയ വില എന്നോട് വാങ്ങിച്ചു. ഇതും ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് ചെറിയ വിലക്ക് ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വില കൂടുതൽ എടുക്കുന്ന കടകളിൽ പോയി വാങ്ങിക്കരുത്. ഇങ്ങനെയുള്ള കുറേ ഇത് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ 3 എണ്ണമാണ്. ഈ 3 ഐറ്റംസാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിന് എൻ്റെ അടുത്ത് 350 രൂപ വാങ്ങിച്ചു. ഈ കാണുന്നത് ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള മതിലിൻ്റെ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ്. അതിന് പൈസയൊന്നും ആയില്ല. ഇത് ഫേണാണ്. ഫേണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് മതിലേലുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ്. പിന്നെ ഇല്ലിയുടെ ഇലയാണ് ഇത്. അതിന് നമുക്ക് പൈസ ആയില്ല. ഈ ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റി ആണിത്. അങ്ങനെ ഇത് നമ്മുടെ പരിസരത്തു നിന്നും രാജേഷിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് എടുത്തുള്ളതും 350 രൂപ ഞാൻ മുടക്കിയതിന്. 350 രൂപ എന്നുള്ള ഒരു കൂടി വന്നു കഴിഞ്ഞാൽ 200 രൂപ മുടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒയാസിസ് നമ്മൾ 30 രൂപയായി ഒയാസിസ് ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇതിന് എന്ത് വിലയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് നിന്ന് അവർ 30 രൂപ വാങ്ങിച്ചു. ഇത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി എടുക്കണം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് കുതിർത്തി എടുക്കണം. എന്നാലാണ് ഇത് നമുക്ക് ഫ്ലവർ കുത്താൻ പറ്റുള്ളൂ. ഫ്ലവർ കട്ട് ചെയ്തിട്ട് കുത്താൻ പറ്റുള്ളൂ. മാത്രമല്ല ഇതിൽ ഈർപ്പം നമ്മുടെ ഫ്ലവറിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രെയിനിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അസംസ്കൃത വസ്തുക്കൾ. ഇനി നമുക്ക് കുറച്ച് ഐഡിയ വേണം. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. ആദ്യമായിട്ട് രാജേഷ് ഒയാസിസിൻ്റെ കട്ട എടുത്ത് അത് വെള്ളത്തിൽ മുക്കി കുറേ നേരം ഇട്ട് അത് 3 പീസാക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് പീസ് കട്ട് ചെയ്യാൻ പോകണേ കേട്ടോ. അതിൽ കാണില്ലേ, ആ പോയിന്റിൻ്റെ ഉള്ളിൽ അമർത്തി വെക്കാൻ പറ്റും നമുക്ക് വെള്ളത്തിൽ മുക്കി. അത് കറക്റ്റായിട്ട് ഒരു കട്ട അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കും. നമ്മളൊരു കട്ട മുറിക്കണേ. ഒരു കട്ട മുറിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിലില്ലേ കവർ ചെയ്ത് നിൽക്കണം. അതായത് നമ്മളെടുക്കുന്ന ഈ ഉണ്ടാക്കുന്ന ഈ ബൊക്കയുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് കവർ ചെയ്ത് നല്ല ഓവൽ ഷേപ്പിലാ, ത്രികോണ ഷേപ്പിലാ, ഫ്ലാറ്റായിട്ടാ, സ്ക്വയറായിട്ടാ, അല്ലെങ്കിൽ ട്രയാങ്കിളായിട്ടാ, എങ്ങനെയാണ് വെക്കണമെങ്കിലും ആ ബേക്ക് നമ്മൾ കംപ്ലീറ്റ് ഫില്ലാണ്. ഇല്ലിയുടെ ഇലയെടുത്ത് നല്ല ഭംഗിയായിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിൽ. ഇനി ബാക്കിയുള്ള ഇല്ലിൻ്റെ ഇല കൂടി വെച്ചിട്ട് അത് കംപ്ലീറ്റ്, ഇല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയുടെ ഇല വെച്ച് അത് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ രാജേഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നല്ല സ്പീഡിൽ ഓടിക്കണം. എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ നീളം കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കുറച്ച് ചരിഞ്ഞിരുന്ന് വെച്ചാൽ ഇല്ലിയുടെ ഇലയൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ട് ഒരു ഡ്രസ്സീനയുടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രസ്സിനയുടെ പീസ് എല്ലാ സൈഡിലും അത് വെക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ വെച്ചിട്ടുള്ള ഒയാസിസ് ഒരു തരി പോലും പുറത്ത് കാണൂല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒയാസിസ് കട്ട കാണാത്ത രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റോസാപ്പൂവൊക്കെ വെക്കണതെല്ലാം നിങ്ങൾ നോക്കി കണ്ട് പഠിക്കണം. ഇത് എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓഫീസുകളിലും കടകളിലൊക്കെ വെക്കാം. ഞാൻ മേടിച്ച വൈറ്റ് റോസിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതളുകളൊക്കെ ഡാമേജ് ആയിരുന്നു. അത് നിങ്ങൾ പരിചയമുള്ള സ്ഥലത്തുനിന്ന് നല്ലത് നോക്കി മേടിക്കണേ. ഇനി ആ ബാക്കിൽ ഇല്ലിയുടെ ഒരു ഇത്തിരി
ഗ്യാപ്പ് കാണുന്നില്ലേ, അവിടെയാണ് ആ ഇല്ലി കൊണ്ടുവന്ന് വെക്കണത്, ഇല്ലിയുടെ ഇല കൊണ്ടുവന്ന് വെക്കണത്. അപ്പോൾ ഇത് ബാങ്കുകളിലൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റാവുന്ന രീതിയിൽ നമുക്കിത് കൊണ്ടുപോയി വെച്ച് കൊടുക്കാൻ പറ്റും. ഒരാഴ്ചയൊക്കെ ഇരിക്കും ഒരു ബൊക്കെ. ഈ വൈറ്റ് ഡോട്ട് ഫ്ലവറും കൂടി നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ്നെസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് വെക്കണത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. നമുക്ക് അത്യാവശ്യം ഒരു ബൊക്കേക്ക് നിസ്സാര പൈസ വരുള്ളൂ. ഒരു 200 രൂപക്കൊക്കെ നമുക്ക് ഈ ബൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു 100 രൂപ കഷ്ടിച്ച് ചിലവ് വരുള്ളൂ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 30 രൂപ 40 രൂപക്കൊക്കെ നമുക്ക് ഈ ഒരു ബൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സർപ്പപ്പോളയും കൂടി വെച്ചത് ഫിനിഷായിട്ടുണ്ട്. ഫേൺസും റോസാപ്പൂവും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താണ്. അതിൽ ട്രേയും ഇല്ല. അപ്പോൾ ഞാൻ ചെയ്ത ഒരെണ്ണം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് ആദ്യത്തെ. രാജേഷ് 2 എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബാങ്കിൽ, ഓഫീസുകളിൽ, ഷോപ്പുകളിൽ ഇവിടെയൊക്കെ ചെന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും. എന്നിട്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പോയി മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് മാസം അവരുടെ കയ്യിൽ നിന്ന്, ഓഫീസിൽ നിന്ന്, ബാങ്കിൽ നിന്നൊക്കെ നമുക്കൊരു 1000 രൂപയും 1200 രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ആഴ്ചയിൽ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കാം. ഇനി നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ടും ഇത് ഇങ്ങനെയുള്ള ബൊക്കകൾ ചെയ്തു വെക്കാം. അത് നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചെടികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ, പൂവുകൾ, ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. ഓഫീസുകളിലും ഹോട്ടലിലും ഷോപ്പുകളിലൊക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ഷോപ്പുകളിൽ ചോദിച്ചാൽ ഒരു 2 ഷോപ്പിലെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നിരവധി ഷോപ്പുകളിലും ഓഫീസുകളിലും ഒക്കെ നിങ്ങൾ ചോദിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന നല്ലൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് വീട്ടമ്മമാർക്കോ കുട്ടികൾക്കോ ഒക്കെ വീട്ടിലിരുന്ന് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചില ആളുകൾക്കെങ്കിലും ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടാവും. ഇതിന് വലിയ കലാവാസനയൊന്നും വേണ്ട, ഒരറിവും വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റും ലൈക്കും ഒക്കെ ആയിട്ട് വരണം.